അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മളും പോയി കോഴിക്കോട് ബീച്ചിലുള്ള ഷിപ്പിൻ്റെ എക്സിബിഷൻ കേട്ടോ. കയറുമ്പോൾ തന്നെ ഇതാ ഇങ്ങനൊരു സംഭവമുണ്ട്, നങ്കൂരം. അതെ, നങ്കൂരത്തിലൊക്കെ കുറച്ച് കളിച്ചു. പിന്നെ അത് ഷിപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലൈറ്റ് സെറ്റിങ്സ്. പിന്നെ അതാ നമ്മളെ വെൽക്കം ചെയ്യാൻ ആദ്യമായിട്ടൊരു റോബോട്ട് വന്നു. അത് വെറുതെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞ് കളിക്കുന്നുണ്ട്, അത്ര തന്നെ. പിന്നെ കുറേ റോബോട്ടുകളെ കണ്ടു. 3D ആയിട്ട് ഓരോ ഷേപ്സ് ഉണ്ടാക്കുന്ന റോബോട്ടിനെ കണ്ടു. ഫസ്റ്റ് തന്നെ അതാണ്. പിന്നെ വരയ്ക്കുന്ന റോബോട്ട്, പിന്നെ കരിയിച്ചിട്ട് വരയ്ക്കുന്ന റോബോട്ട്. പിന്നെ ഒരുപാട് ഫാക്ടറികളിലൊക്കെ ഇത് യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്, ആളുകൾക്ക് പകരമായിട്ട് ഇത് മതിയെന്ന്. പിന്നെ നമ്മുടെ വീട്ടിലും ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യാൻ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചു. പിന്നെ ഈ ഒരു സംഭവം കുക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസും ചിപ്സും മാത്രമേ ഒന്നും കഴിക്കാൻ പറ്റുള്ളൂ, ചോറും കറിയൊന്നും ഉണ്ടാക്കി തരില്ല. അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഇതാ ഈ ഒരു ഫ്ലവറിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. ഇത് രസമുണ്ടായിരുന്നു കേട്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് കാണാനുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം ആസ് യൂഷ്വൽ മീനിൻ്റെ സെക്ഷൻ, കുറേ മീനുകൾ, വ്യത്യസ്തമായ ഒരുപാട് മീനുകൾ, മീനിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള അക്വേറിയങ്ങൾ, എല്ലാ എക്സിബിഷനിലും ഉള്ളതുപോലെ തന്നെയാണ് ഇതിലും ഉള്ളത്. ഒരുപാട് നടന്ന് കാണാനുണ്ട്, മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റിലേക്ക് കുറേ റൈഡൊക്കെ ഉണ്ടാവും എന്നുള്ള ലെവലിലാണ് പോയത്. പക്ഷേ റൈഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. 100 രൂപയാണ് ടിക്കറ്റ്. പിന്നെ ഇത് ഒരു ഐറ്റം ആയിരുന്നു, ഇത് ഡോഗാണെന്നൊക്കെയാണ് പറയുന്നത്. ഇത് കുട്ടികൾക്കുള്ള എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സാധനം, എല്ലാവരും പിന്നാലെയും പാഞ്ഞ് എല്ലാവരും ഇതാക്കിയിട്ട് ഉള്ളൊരു സംഭവം. കുഴപ്പമില്ല.